എന്താകുമെന്തോ. അതായത് യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. ഓയിൽ ഫെസിലിറ്റികളൊക്കെ ആക്രമിച്ചു തുടങ്ങിയിരുന്നു. ഇറാന്റെ പ്രധാനപ്പെട്ട ഓയിൽ ഫെസിലിറ്റിയെ അമേരിക്ക ടാർഗറ്റ് ചെയ്തു. 90% ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐലൻഡാണെന്ന് പറയപ്പെടുന്നത്. അതിനെ ടാർഗറ്റ് ചെയ്തത് ഓയിൽ സ്റ്റോറേജിനെയാണ് ആക്രമിച്ചെന്ന് പറയപ്പെടുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ആക്രമിച്ചോ ഇല്ലയോ എന്നറിയില്ല. അപ്പൊ ഒപെക് രാജ്യങ്ങളിൽ അമേരിക്കക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഇറാൻ. മറ്റു രാജ്യങ്ങളൊക്കെ അമേരിക്ക സ്വാധീനിക്കാം. അമേരിക്കന്റെ സാങ്ഷന് അത് എഫക്ട് ചെയ്യുന്ന അമേരിക്കൻ സാങ്ഷൻ അവരെ നിർബന്ധപൂലം അത് അവരോട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റുന്ന രാജ്യങ്ങൾ ഒപെക് രാജ്യങ്ങൾ കൂട്ടുള്ളത്. ഇറാൻ അങ്ങനെയല്ല. അപ്പോ ചൈന ഈ ഓയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന റഷ്യ കഴിഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം ഇറാനാണ്. അപ്പൊ ഇറാന്റെ ഓയിൽ ഫെസിലിറ്റീനെ കംപ്ലീറ്റ്ലി അതിനെ തകർക്കുക എന്ന് പറയുന്നത് ചൈനയുടെ എക്കണോമിക് താല്പര്യത്തിനെ വലിയ വിധത്തിൽ ബാധിക്കുന്നു. മാത്രമല്ല ലോകത്തെ മുഴുവൻ എനർജി കേസസ് ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പൊ ഇതിൽ ഈ യുദ്ധം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു നിർബന്ധിതാവസ്ഥയിൽ ചൈനക്ക് അല്ലെങ്കിൽ റഷ്യക്കൊക്കെ ഇടപെടേണ്ടി വരുന്ന, റഷ്യ ഇടപെടുന്ന അറിയില്ല, ചൈനക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ഓയിൽ ഫെസിലിറ്റി ആക്രമിക്കാൻ വരുന്ന ആലോചിക്കുക, ഈ ഭൂമിയിൽ വരാൻ പോകുന്ന മനുഷ്യരുടെ ജീവിതം വളരെ ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇരിക്കുന്നത്. ഈ ഭൂമിയിൽ ഓയിൽ റിസർവ് എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം പോലത്തെ ഒരു സാധനമാണ്. മനുഷ്യന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നമുക്ക് കിട്ടിയ ഒരു നാച്ചുറൽ റിസോഴ്സ്, അത് പ്രോസസ് ചെയ്ത് ഓയിലായി മാറാൻ വേണ്ടിയിട്ട് വലിയ മൂലധനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റികളുണ്ട്. ആ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിലാണ് ഒരു ടീം ഒരു 10 സെക്കൻഡ് ഒരു മിസൈലിനെ കൊണ്ട് തകർത്ത് ഇരിപ്പണാക്കുന്നത്. വീണ്ടും അത് കെട്ടിപ്പടുത്തണമെങ്കിൽ എത്ര വർഷത്തെ പരിശ്രമവും ക്യാപിറ്റലും വേണം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ അത് മാത്രമല്ല, ആ ഒരു ടൈം പീരീഡിൽ ഓയിൽ ഷോർട്ടേജുകൾ ലോകത്തെ എത്രത്തോളം സാധാരണക്കാരെ പോലും ബാധിക്കുന്ന വിധത്തിലുള്ളത്. അപ്പോൾ ഓയിൽ ഫെസിലിറ്റിനെ ആക്രമിക്കുന്നത് അങ്ങേയറ്റം തുടങ്ങി വെച്ചത് അമേരിക്ക തന്നെയാണ്. ഈ യുദ്ധത്തിൽ എന്ത് തന്നെ പറഞ്ഞാലും തെറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. അപ്പൊ അതിനിടയിൽ കുറെ ആളുകൾ വന്നിട്ട് പറയുന്നത് പിന്നെ കേരളത്തിലെ സുന്നി സുഡുക്കൾ ഷിയാക്കളെ താങ്ങി നടക്കുന്നു എന്നത്. കേരളത്തിലെ സുന്നി സുഡുക്കൾ മാത്രമൊന്നല്ല ഇറാനെ താങ്ങുന്നത്. ഇറാനെ താങ്ങാൻ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലും അമേരിക്കയും ചെയ്ത തെറ്റ് തന്നെയാണ്. സുന്നി സുഡുക്കൾ എന്ന് പറയുമ്പോൾ സ്പാനിഷ് സുന്നി സുഡുക്കളുണ്ട്, ചൈനീസ് സുന്നി സുഡുക്കളുണ്ട്, റഷ്യൻ സുന്നി സുഡുക്കളുണ്ട്, അയർലൻഡ് ഉണ്ട്, അങ്ങനെ സൗത്ത് ആഫ്രിക്ക ഉണ്ട്, കുറെ രാജ്യങ്ങളുണ്ട്. ലാറ്റിൻ അമേരിക്കയിലൊക്കെ കുറെ രാജ്യങ്ങളുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇറാന വലിയ വിഭാഗം ജനങ്ങൾ, മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുറേയധികം ആളുകൾ പിന്തുണയ്ക്കാൻ പ്രധാന കാരണം സംഖ്യയുടെ തന്ത ഇസ്രായേൽ ഈ രാജ്യത്തിൽ ഈ യുദ്ധത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇറാൻ ആക്രമിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നോമ്പാണ്.